ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകുന്നോ, നിന്റെ പ്രാർത്ഥനാ ജീവിതം ദൈവകൃപയിൽ നിന്ന് പൂർണ്ണമായിട്ട് പോവാണ്. ദൈവവിചാരം നഷ്ടപ്പെട്ടു. ചിലരുടെയൊക്കെ ആത്മീയ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം അനുവദിക്കപ്പെടാത്ത ബന്ധങ്ങളാണ്. ചില പാപങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ തകരാൻ തുടങ്ങി. ചില കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണം കുടുംബത്തിൽ തന്നെയുണ്ട്. പലപ്പോഴും എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ കുടുംബജീവിതം തകർന്നു, എൻ്റെ മക്കളുടെ ജീവിതം നശിച്ചു, എല്ലാം ഇങ്ങനെ പറയുമ്പോൾ തന്നെ തകരുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകും. ചില ആസക്തി ഉള്ളിലേക്ക്, ചില വ്യക്തികളുമായിട്ട് തെറ്റായ ബന്ധം ആരംഭിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പള്ളി ചിലപ്പോൾ യാന്ത്രികമായിട്ട് പോയേക്കാം. പിന്നെ അവർക്ക് ദൈവാനുഭവം നഷ്ടപ്പെട്ടു. പിന്നെ പ്രാർത്ഥനയില്ലാത്ത ചില ജീവിതങ്ങളിൽ ചില ബന്ധങ്ങൾ കടന്നു വന്ന ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി വേറൊരു ബന്ധത്തിൽ താലോലിക്കാൻ തുടങ്ങി അന്ന് വിശ്വാസം തകരാൻ തുടങ്ങും, അന്ന് പ്രാർത്ഥനാ ജീവിതം തകരാൻ തുടങ്ങും. അപേക്ഷമായ ആസക്തിയോടുകൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ വിവേകശൂന്യനായിത്തീർന്നു. ആ ബേക്ഷമായോടുള്ള ആസക്തി കീഴടക്കി കഴിയുമ്പോൾ വിവേകം നഷ്ടപ്പെടുകയാണ്. അവള് വേറൊരുവന്റെ ഭാര്യയാണെന്നോ, ദാവീദിന് ഭാര്യയും കുടുംബം ഉണ്ടെന്നോ, ദാവീദിന് ജീവിതം തകരുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അവളുടെ കുടുംബജീവിതം തകരുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. വിവേകശൂന്യനായിട്ട് പെരുമാറി ദാവീദ് വിവേകശൂന്യനായി തീരുകയാണ്. വേക്ഷമായി എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഉള്ളിലേക്ക് ഇതൊരു പൈശാചിക ശക്തിയാണ്. ഇതിന് ഹോസിയായുടെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം വ്യഭിചാര ദുർഭൂതമെന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത്. തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യഭിചാരം അവരെ പിന്നെ നയിക്കുന്ന എന്താണ്? ഇതാണ് ദാവീദിന്റെ ഉള്ളിൽ ബേക്ഷമ നിറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇതുപോലെ ദൈവം അനുവദിക്കാത്ത ഒരു ബന്ധം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയോട് അമിതമായിട്ടുള്ളൊരു പ്രേമം, ആഗ്രഹം, ദാഹം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നോ, സഭ വിട്ടു പോകുമെന്നോ, കുടുംബം തകരുമെന്നോ, എല്ലാവരും അവനെതിരായിട്ട് തീരുന്നോ, ഒറ്റപ്പെടുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം ആസക്തി അവനെ കീഴ്പ്പെടുത്തുകയാണ്. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, അഭിലാഷം കീഴ്പ്പെടുത്തിയാൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കുകയാണ്. നമ്മളെ നയിക്കുന്ന തിന്മയുടെ സ്വാധീനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അഭിലാഷത്തെക്കുറിച്ച് ഇതിനു മുമ്പ് വചന ശുശ്രൂഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നവൻ, അഭിലാഷങ്ങൾ തന്നെ അടിമപ്പെടുത്തുന്നത് കാളക്കുട്ടിനെ പോലെ കുത്തിക്കീറും. പ്രഭാഷകന്റെ പുസ്തകത്തിന്റെ വചനം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത് അഭിലാഷങ്ങൾ നിന്നെ കീഴടക്കിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. 3 പ്രധാനപ്പെട്ട മേഖലകൾ തകർച്ച സംഭവിക്കും. ഒന്നാമത്തത് ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 16-ാം അധ്യായം 8-ാമത്തെ തിരുവചനത്തിലാണ് ഇത് 3 എഴുതിയിരിക്കുന്നത്. ദാനിയേലിന്റെ പുസ്തകം 13-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവളോടുള്ള എല്ലാ ദിവസവും അവളെ ഈ 2 ശ്രേഷ്ഠന്മാർ കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവിടുന്നു. അപ്പോൾ അഭിലാഷം വഴിയായിട്ട്, സൂസനയോടുള്ള അഭിലാഷം വഴിയായിട്ട് ന്യായാധിപന്മാർക്ക് സംഭവിച്ച 3 തകർച്ചകളാണ്. ഒന്നാമത്തത് വിവേകശൂന്യരായി. പ്രിയപ്പെട്ടവരെ, വിവേകശൂന്യരായിട്ട് മാറുക. ചെയ്യുന്നത് എന്താണെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ഉള്ളിൽ പാപം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവളോടുള്ള അത്യാസക്തി, സൂസന്നയോടുള്ള അത്യാസക്തി കീഴടക്കി കഴിഞ്ഞപ്പോൾ അവൾ വേറൊരാളിൻ്റെ ഭാര്യയാണെന്നോ, അല്ലെങ്കിൽ അവളുടെ കുടുംബജീവിതം നയിക്കുന്ന അവർ ചെയ്യുന്നത് എന്താണെന്ന് അവർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. ഇന്ന് പല വ്യക്തികളെയും അഭിലാഷം കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ വേറൊരു സ്ത്രീയെക്കുറിച്ച്, അല്ലെങ്കിൽ വേറൊരു സ്ത്രീയോട്, വേറൊരു പുരുഷനോട് അഭിലാഷം കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ, അവനെ അതിനടിമപ്പെട്ട് കഴിയുമ്പോൾ അവന് വിവേകം നഷ്ടപ്പെടും. അവന് കുടുംബം ഉണ്ടെന്നോ, അവന് മക്കളുണ്ടെന്നോ, അവൾക്ക് കുടുംബം ഉണ്ടെന്നോ, അവർക്ക് മക്കളുണ്ടെന്നോ എല്ലാം നശിക്കുമെന്നോ, ജീവിതം മുഴുവൻ തകരുമെന്നോ, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ ഉള്ളിലേക്ക് അഭിലാഷം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്നോ, വിശുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു, എല്ലാം തീർന്നു പോകുന്നു, ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ഒന്നാമത്തത്, ഒരു വ്യക്തിയെ അഭിലാഷം കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ അവന് വിവേകം നഷ്ടപ്പെടും. ചെയ്യുന്ന പ്രവൃത്തി അറിയില്ല. അവനറിയാം, ഒരു പക്ഷേ നശിക്കാൻ പോവാണെന്ന് അറിയാമായിരുന്നിട്ടും അവൻ്റെ ഉള്ളിലേക്ക് ഈ ആസക്തി മുഴുവൻ നിറഞ്ഞ് വിവേകം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വിവേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. രണ്ടാമത്തത്, അതായത് അവന് വിവേകം നഷ്ടപ്പെട്ടു. വിവേകത്തിന്റെ ഫലമായിട്ട് രണ്ടാമത്തെ കാര്യം,
ധർമ്മബോധം, ദൈവവിചാരം നഷ്ടപ്പെട്ടു. രണ്ടാമത്തെ ദൈവവിചാരം നഷ്ടപ്പെട്ടു. ചില പാപമേഖലകളെ ഉള്ളിൽ താലോലിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ ദൈവം നിന്നെ ശിക്ഷിക്കുമെന്നോ, ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോകുമെന്നോ, നിന്റെ പ്രാർത്ഥനാ ജീവിതം ദൈവകൃപയിൽ നിന്ന് പൂർണ്ണമായിട്ട് പോവാണ്. ദൈവവിചാരം നഷ്ടപ്പെട്ടു. ചിലരുടെയൊക്കെ ആത്മീയ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം അനുവദിക്കപ്പെടാത്ത ബന്ധങ്ങളാണ്. ചില പാപങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്ന അന്ന് മുതൽ തകരാൻ തുടങ്ങി. ചില കുടുംബജീവിതത്തിന്റെ തകർച്ചയ്ക്കുള്ള കാരണം കുടുംബത്തിൽ തന്നെയുണ്ട്. പലപ്പോഴും എൻ്റെ കുടുംബം തകർന്നു, എൻ്റെ ജീവിതം നശിച്ചു, എൻ്റെ കുടുംബജീവിതം തകർന്നു, എൻ്റെ മക്കളുടെ ജീവിതം നശിച്ചു, എല്ലാം ഇങ്ങനെ പറയുമ്പോൾ തന്നെ തകരുന്നതിന് പിന്നിൽ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകും. ചില ആസക്തി ഉള്ളിലേക്ക്, ചില വ്യക്തികളുമായിട്ട് തെറ്റായ ബന്ധം ആരംഭിക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ പറ്റില്ല. പള്ളി ചിലപ്പോൾ യാന്ത്രികമായിട്ട് പോയേക്കാം. പിന്നെ അവർക്ക് ദൈവാനുഭവം നഷ്ടപ്പെട്ടു. പിന്നെ പ്രാർത്ഥനയില്ലാത്ത ചില ജീവിതങ്ങളിൽ, ചില ബന്ധങ്ങൾ കടന്നു വന്ന ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തി വേറൊരു ബന്ധത്തിൽ താലോലിക്കാൻ തുടങ്ങി അന്ന് വിശ്വാസം തകരാൻ തുടങ്ങും, അന്ന് പ്രാർത്ഥനാ ജീവിതം തകരാൻ തുടങ്ങും. അതാണ് ഈ ദൈവവിചാരം നഷ്ടപ്പെട്ടു, ദൈവത്തോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പിന്നെ മൂന്നാമതായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്, അവർക്ക് ധർമ്മബോധം നഷ്ടപ്പെട്ടു. ചെയ്യുന്നത് എന്താണെന്ന് അറിയില്ല, ധർമ്മബോധം. അത് അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു ജീവിതം നയിക്കാൻ പാടില്ല, ഇങ്ങനെ ഒരു ശാരീരിക ബന്ധം പുലർത്താൻ പാടില്ല. ആ ധർമ്മബോധം നഷ്ടപ്പെട്ടു പോയി. ഇത് മൂന്നും ദാവീദിന്റെ ജീവിതവുമായിട്ട് നമുക്ക് എടുക്കാം. ദാവീദിന്റെ ജീവിതത്തിൽ ദൈവാനുഭവമുള്ള ഒരു വ്യക്തിയായിട്ട്, ദൈവം തെരഞ്ഞെടുത്ത രാജാവായിട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട സമയത്താണ്, ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാവീദിന്റെ ജീവിതത്തിലേക്ക് അഭിലാഷം ദാവീദിനെ കീഴ്പ്പെടുത്തുന്നത്. മധ്യാഹ്നത്തിൽ ഉള്ളാത്തുന്ന സമയത്ത് ബേക്ഷബായ ആസക്തിയോടുകൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ വിവേകശൂന്യനായിത്തീർന്നു. ആ ബേക്ഷബായോടുള്ള ആസക്തി കീഴടക്കി കഴിയുമ്പോൾ വിവേകം നഷ്ടപ്പെടുകയാണ്. അവള് വേറൊരുവന്റെ ഭാര്യയാണെന്നോ, ദാവീദിന് ഭാര്യയും കുടുംബം ഉണ്ടെന്നോ, ദാവീദിന് ജീവിതം തകരുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. അവളുടെ കുടുംബജീവിതം തകരുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. വിവേകശൂന്യനായിട്ട് പെരുമാറുക. ദാവീദ് വിവേകശൂന്യനായി തീരുകയാണ്. ബേത്ശബ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി. ചിലരുടെ ജീവിതത്തിൽ അങ്ങനെയാണ്. ഉള്ളിലേക്ക് ഇതൊരു പൈശാചിക ശക്തിയാണ്. ഇതിനെ ഹോസിയായുടെ പുസ്തകം 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം, വ്യഭിചാര ദുർഭൂതം എന്ന പറയുന്നത്, എഴുതിയിരിക്കുന്നത്. തങ്ങളുടെ ദൈവമായ കർത്താവിലേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവൃത്തികൾ അവരെ അനുവദിക്കുന്നില്ല. കാരണം വ്യഭിചാര ദുർഭൂതം അവരിൽ പിടികൂടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വ്യഭിചാരം അവരെ പിന്നെ നയിക്കുന്ന എന്താണ്? ഇതാണ് ദാവീദിന്റെ ഉള്ളിൽ ബേത്ശബ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ഇതുപോലെ ദൈവം അനുവദിക്കാത്ത ഒരു ബന്ധം ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയോട് അമിതമായിട്ടുള്ളൊരു പ്രേമം, ആഗ്രഹം, ദാഹം തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്നോ, സഭ വിട്ടു പോകുമെന്നോ, കുടുംബം തകരുമെന്നോ, എല്ലാവരും അവനെതിരായിട്ട് തീരുന്നോ, ഒറ്റപ്പെടുമെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. കാരണം ആസക്തി അവനെ കീഴ്പ്പെടുത്തുകയാണ്. നമ്മളെ കീഴ്പ്പെടുത്തുന്ന പലപ്പോഴും ആസക്തിയാണ്. അപ്പോൾ ദാവീദ് പിന്നെ ചിന്തിക്കുന്നത് അവൻ രാജാവാണെന്നോ, അവന് ദൈവാനുഭവമുള്ള വ്യക്തിയാണോ ഒന്നും ചിന്തിക്കുന്നില്ല. അവള് അവൾക്ക് കുടുംബമുണ്ടെന്നോ ഒന്നും ചിന്തിക്കുന്നില്ല. പെട്ടെന്നുള്ള ആ അഭിലാഷം ദാവീദിനെ കീഴ്പ്പെടുത്തുകയാണ്. രണ്ടാമത്തത് ദൈവഭയം. ഇനി ദൈവം സംസാരിക്കും. ഇങ്ങനെ ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഇടപെടുവോ, ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുമോ, കഴിഞ്ഞ കാലത്തെ അനുഗ്രഹങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകില്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്ത് ദൈവം പ്രവർത്തിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോകുമല്ലോ, ഞാൻ തകർന്നു പോകുമല്ലോ, ദൈവം ഇത് കാണുന്നുണ്ടല്ലോ. ഇതൊന്നും ചിന്തിക്കാനായിട്ട് അവനെ പ്രേരിപ്പിക്കുന്നില്ല. അവനെ കീഴ്പ്പെടുത്തിയത് ആസക്തിയാണ്. പലപ്പോഴും പലരുടെയും ജീവിതത്തിൻ്റെ ആത്മീയ തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളാണ്. ദൈവാനുഭവമുള്ള എത്രയോ പേര് വീണിട്ടുണ്ട്. ബൈബിൾ മുഴുവൻ പരിശോധിച്ചാൽ അങ്ങനെയാണ്. പരിശോധിച്ചാൽ കാണാനായിട്ട് കഴിയും. സാംസന്റെ വീഴ്ച പാപാസക്തിയെ നയിക്കപ്പെട്ടതാണ്. അങ്ങനെ അല്ലെങ്കിൽ സോളമന്റെ വീഴ്ച, ഇങ്ങനെയുള്ള പല തകർച്ചകളുണ്ട്. പല തകർച്ചകളുടെ പിന്നിൽ തെറ്റായ ബന്ധങ്ങളാണ്, തെറ്റായ ദൈവം അനുവദിക്കാത്ത, അത് കീഴ്പ്പെടുത്തി കഴിയുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു അഭിഷേകമുണ്ട്. ദാവീദിനെ നഷ്ടപ്പെടുന്നത് ദാവീദിന്റെ ഉള്ളിലുള്ള ദൈവാനുഭവം. ദാവീദ് പറയുന്നുണ്ട്, നിങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഇത് എടുത്തു കളയരുതേ, എൻ്റെ പാവം എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. ദൈവം സംസാരിക്കാതിരിക്കുക, ദൈവം ഇടപെടാതിരിക്കുക, ദൈവം പ്രവർത്തിക്കാതിരിക്കുക, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ആത്മശോധന ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ
നമ്മുടെ ദൈവാനുഭവം നഷ്ടപ്പെടാനായിട്ട് ചില പാപങ്ങളെ നീ ഇന്ന് ഒരു പക്ഷേ വചന ശുശ്രൂഷ സംബന്ധിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കാത്ത ബന്ധങ്ങളെ ഇന്ന് ഈ സമൂഹ മാധ്യമങ്ങളിൽ മൊബൈൽ ഫോണൊക്കെ വർദ്ധിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്നാണ് നശിക്കുന്ന മനുഷ്യൻ. മൊബൈൽ ഫോണിലൂടെ വേണ്ടാത്ത ബന്ധങ്ങൾ സ്ഥാപിക്കുക, മണിക്കൂറുകളോളം സംസാരിച്ചുകൊണ്ടിരിക്കുക, അനുവദിക്കാത്ത ചാറ്റ് ചെയ്യുക, ഇതിലൂടെ കൃപ നഷ്ടപ്പെടുന്ന പോകുന്ന മേഖലയുണ്ട്. മൂന്നാമതായിട്ട് ഏത് ഹീനമാർഗവും ചെയ്യാനായിട്ട് ദാവീദിനെ പ്രേരിപ്പിക്കുക. ഊറിയായെ കൊലപ്പെടുത്തണം. ധർമ്മബോധം നഷ്ടപ്പെട്ടു പോയി. ഊറിയായെ കൊലപ്പെടുത്താനുള്ള വഴി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യുദ്ധം ചെയ്തെടുത്തുനിന്ന് തിരിച്ചു കൊണ്ടുവരിക, അവനെ കുടിപ്പിക്കുക, ഭാര്യയുടെ അടുത്തേക്ക് വിടുക. അങ്ങനെ പോകാതിരിക്കുമ്പോൾ അവനെ വീണ്ടും യുദ്ധമുന്നണി മുൻപന്തി നിർത്തുക, എല്ലാവരും പിൻവലിക്കുക, ശത്രുക്കളിലൂടെ അവനെ കൊലപ്പെടുത്തുക. ചെയ്യുന്ന മാർഗം അറിയാം. ഇന്ന് പാപത്തെ സ്വീകരിച്ച് ചെയ്യുന്ന മാർഗങ്ങൾ പരിശോധിക്കണം. ചില ബന്ധങ്ങൾ ഉള്ളിലേക്ക് വന്നപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയെ മക്കളെ പോലും നശിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. സ്വന്തം ജീവിത പങ്കാളിയെ പോലും നശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ വില പോലും, മാതാപിതാക്കന്മാരെ പോലും വേണ്ട, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുള്ളവരെ വേണ്ട, അല്ലെങ്കിൽ ഏത് വഴികളിലൂടെ തന്നെ, ഏത് ഹീനമാർഗത്തിലൂടെ തന്നെ പാപത്തെ സ്വന്തമാക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മശോധന ചെയ്യാം. അഭിലാഷം എന്നെ കീഴ്പ്പെടുത്താനുള്ളതല്ല, അഭിലാഷം എന്നെ നശിപ്പിക്കാനുള്ളതല്ല. നിന്റെ പാപം നിന്നെ നശിപ്പിക്കാതിരിക്കട്ടെ, നിന്റെ പാപം നിന്നെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉള്ളിൽ അഭിലാഷം നിറഞ്ഞാൽ വിവേകശൂന്യരായിത്തീരും. രണ്ടാമത്തത് ദൈവവിചാരം നഷ്ടപ്പെട്ടു പോകും. മൂന്നാമത്തത് ധാർമ്മികത നഷ്ടപ്പെട്ടു പോകും. ദൈവവിചാരം നഷ്ടപ്പെടും, വിവേകം നഷ്ടപ്പെടും, ധാർമ്മികത നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വിശുദ്ധി കാത്തു സൂക്ഷിക്കാം. ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളെ ജീവിതത്തിൽ നിന്ന് പറിച്ചു കളയും. അതുവഴിയായിട്ട് കൃപയുണ്ടാകട്ടെ. വിശുദ്ധിയുള്ളവനെ ദൈവം എല്ലാ കാലത്തും സംരക്ഷിക്കും. വിശുദ്ധിയുള്ളവന് എന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് കഴിയും. നമുക്ക് വിശുദ്ധി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് കർത്താവെ വിശുദ്ധി എന്ന പുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.